Good morning, my dear children. Once again, you are welcome to the class. In the previous class, we learned we just began the story of the Toto-chan. Have you enjoyed it? എല്ലാ കുട്ടികൾക്കും നമസ്കാരം. ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടോട്ടോ-ചാൻ്റെ കഥയാണ് ആരംഭിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായോ? Okay, so let's continue with the Toto-chan story, The Great Adventure. So, Toto-chan is studying in Tomo School. And what is the speciality of the Tomo School? That in Tomo School, each student has one tree. That is considered as their own private property. So, if you want to climb on some other's tree, we have to ask permission to the owner of the tree. Okay, and we also discussed that at the corner of the school ground there stood the Toto-chan's tree, and there is a hammock like a swing. So that place is so nice to sit. Okay, so this is the last class, summary of the last class. So let's start with today's class. Take page number 148, the invitation. So what is the meaning of invitation? Invitation means kshanam. Okay. Yasuki-chan had polio. He had never climbed a tree, so he couldn't claim any trees as his own. That is why Toto-chan decided to invite him to the tree. They kept it a secret. They thought people would create a fuss if they knew. Okay, so here comes the second character. ഈ കഥയിലെ രണ്ടാമത്തെ ക്യാരക്ടർ ആയിട്ടുള്ള യാസുക്കി-chan വരികയാണ്. അപ്പോൾ നോക്കാം. യാസുക്കി-chan ഹാഡ് പോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസുഖമാണ് അല്ലേ, കാലിന് ആണ് വരിക. അപ്പോൾ കുട്ടിക്ക് ശരിക്കും നടക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, യാസുക്കി-chan ഹാഡ് പോളിയോ. ഹി ഹാഡ് നെവർ ക്ലൈംബ്ഡ് എ ട്രീ. അപ്പോൾ അവന് അസുഖമായത് കാരണം ഇതുവരെയ്ക്കും അവനൊരു മരത്തിൽ കയറാനായിട്ട് സാധിച്ചിട്ടില്ല. സോ ഹി കുഡൻറ്റ് ക്ലെയിം എനി ട്രീസ് ആസ് ഹിസ് ഓൺ. That is why Toto-chan decided to invite him to her tree. യാസുക്കി-chan അസുഖമായത് കാരണം അവൻ ഒറ്റ മരത്തിലും കയറാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അവന് മാത്രം ആ സ്കൂൾ കോമ്പൗണ്ടിൽ സ്വന്തമായിട്ടൊരു മരം ഇല്ല. അതാണ് നമ്മുടെ Toto-chan യാസുക്കി-chaനെ മരത്തിൽ കയറാനായിട്ട് ക്ഷണിക്കാനുള്ള കാരണം. സോ ദ കെപ്റ്റ് ഇറ്റ് എ സീക്രട്ട്. ഒരു രഹസ്യമായിട്ട് അവരതിനെ സൂക്ഷിച്ചു. ദ തോട്ട് പീപ്പിൾ വുഡ് ക്രിയേറ്റ് എ ഫസ് ഇഫ് ദേ ന്യൂ. എന്താണ് അവരെന്താ വിചാരിച്ചത്? അത് ഒരു കളിയാക്കുന്ന രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ അതൊരു പ്രശ്നമാക്കും. അത് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്തു? ബാക്കിയുള്ളവരെയൊന്നും ഈ ഒരു സീക്രട്ട് അറിയിച്ചില്ല. When she left home, Toto-chan told her mother that she was going to visit Yasuki-chan at his home. She was telling a lie, so she tried not to look at mother. She kept her eyes on the shoelaces. Rocky, her dog, followed her to the station. When they parted company, she told Rocky the truth. So they are keeping this as a secret, isn't it? യാസുക്കി-chaനും Toto-chaനും ഇതൊരു രഹസ്യമായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ ചെയ്യണമെന്ന് നോക്കൂ. Toto-chan when she left home, Toto-chan വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്തുണ്ടായി? Toto-chan told her mother that she is going to visit Yasuki-chan at his home. അപ്പോൾ നമ്മുടെ Toto-chan വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് പറയാണ്, ഞാൻ യാസുക്കി-chaനെ അവൻ്റെ വീട്ടിൽ പോയിട്ട് കാണാനായിട്ട് പോവാണ്. ഓക്കെ, ഷീ വാസ് ടെല്ലിങ് എ ലൈ. അവളൊരു നുണ പറയാണ് അല്ലേ. ആക്ച്വലി വേർ ദേ ആർ ഗോയിങ്,
They are going to climb on a tree in the school ground, isn't it? So here Toto-chan is telling a lie to her mother. Okay, അവളുടെ അമ്മയോട് ടോട്ടോ-ചാനോട് നുണ പറയാണ്. So she tried not to look at her mother. എന്താണ് അപ്പോൾ നുണ പറയുന്നത് കാരണം അവൾക്ക് അവളുടെ അമ്മേനെ നോക്കാനുള്ള ഒരു ധൈര്യം ഇല്ല. നമ്മളങ്ങനെ തന്നെയാണ് അല്ലേ, എന്തെങ്കിലും കള്ളത്തരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നുണ പറയുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെ നേരെ നമുക്ക് നോക്കാനായിട്ട് കഴിയില്ല അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ടോട്ടോ-ചാനും കുഞ്ഞു കുട്ടിയാണ്, അപ്പോൾ അവൾക്ക് അമ്മയുടെ നേരെ നോക്കാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, സോ ഷീ കെപ്റ്റ് ഹെർ ഐസ് ഓൺ ഹെർ ഷൂ ലേസസ്. അപ്പോൾ അത് കാരണം അവൾ എന്ത് ചെയ്തു, അവളുടെ കണ്ണുകൾ ഷൂ ലേസസ്, അതായത് ഷൂ കെട്ടുന്ന വള്ളികില്ലയിലേക്ക് നോക്കിയിട്ടാണ് അവൾ ഈ കാര്യം പറഞ്ഞത്. When they parted company, she told Rocky the truth. അപ്പോൾ എന്തുണ്ടായി, റോക്കി ഹെർ ഡോഗ് ഫോളോഡ് ഹെർ ടു ദ സ്റ്റേഷൻ. അപ്പോൾ അവൾക്കൊരു പെറ്റ് ഡോഗ് ഉണ്ട്. വാട്ട് ഈസ് ഹിസ് നെയിം? ദാറ്റ് ഈസ് റോക്കി. ഓക്കെ, സോ ആ പെറ്റ് ഡോഗ് എന്ത് ചെയ്തു, ഇവൾ പോവാന്ന് പറഞ്ഞപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വരെ ഇവളുടെ കൂടെ വന്നു. When they parted company, she told Rocky the truth. അവർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മുടെ ടോട്ടോ-ചാൻ എന്താണ് സത്യം എന്നുള്ളത് റോക്കിയോട് പറഞ്ഞു. ഐ എം ഗോയിങ് ടു ലെറ്റ് യാസുക്കി-ചാൻ ക്ലൈംബ് മൈ ട്രീ. എവിടേക്കാണ് അവൾ പോകുന്നത്? യാസുക്കി-ചാനെ എൻ്റെ മരത്തിൽ, സ്കൂൾ ഗ്രൗണ്ടിലുള്ള എൻ്റെ മരത്തിൽ കയറ്റാനായിട്ടാണ് ഞാൻ പോകുന്നത്. ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഹാവ് യു എൻജോയ്ഡ്? ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. Fourth question. Why did Toto-chan invite Yasuki-chan to climb her tree? എന്തുകൊണ്ടാണ് ടോട്ടോ-ചാൻ യാസുക്കി-ചാനെ അവളുടെ മരത്തിൽ കയറാനായിട്ട് ക്ഷണിക്കുന്നത്? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഉത്തരം ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, ഹൗ വിൽ ടോട്ടോ-ചാൻ ഹെൽപ്പ് യാസുക്കി-ചാൻ? എങ്ങനെയാണ് ടോട്ടോ-ചാൻ യാസുക്കി-ചാനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്? ടെക്സ്റ്റ് വായിക്കുക, then you will get the answer. Toto-chan told a lie to her mother, but she revealed the truth to Rocky. What might be the reason? Okay, ഇവിടെ നമ്മുടെ ടോട്ടോ-ചാൻ അമ്മയോട് നുണ പറഞ്ഞിട്ട് അവളുടെ പെറ്റ് ഡോഗ് ആയിട്ടുള്ള റോക്കിയുടെ അടുത്ത് സത്യം പറയുന്നുണ്ട്. എന്തായിരിക്കും അതിന് പിന്നിലെ കാരണം? ഓക്കെ, എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം? ഓക്കെ, സോ let's think and imagine, then you will get the answer. Okay, so in the picture you can see who is standing there under the tree. That is Toto-chan is standing. She is looking up to the tree. And have you seen the hammock there? Have you seen the tree is parted into two, isn't it? And that place is called as hammock. കിട്ടിയോ? നമ്മുടെ ടോട്ടോ-ചാൻ മരത്തിൻ്റെ അടിയിൽ നിൽക്കുന്നത് കാണാം, മുകളിലേക്ക് നോക്കിയിട്ട്. ഇനി അവിടെ മരത്തിൽ ഹാമക്കിനെ കണ്ടോ നിങ്ങൾ? അതായത് മരം 2 ഭാഗങ്ങളായിട്ട് ഫസ്റ്റ് തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, വേർതിരിയുന്നുണ്ട് അല്ലേ. ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലൈക്ക് ഹാമക്ക്. ഓക്കെ, ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്. Yasuki-chan. When Toto-chan reached school, she found Yasuki-chan waiting in the school ground. He was only a year older than Toto-chan, but she always sounded much older when he spoke. When Yasuki-chan saw Toto-chan, he hurried toward her, dragging his leg and holding his arms out in front of to steady himself. Toto-chan was thrilled to think they were going to do something secret, and she giggled. Yasuki-chan giggled too. Okay, so the next Yasuki-chan. Nokam. When Toto-chan reached school, she found Yasuki-chan waiting in the school ground. നമ്മുടെ ടോട്ടോ-ചാൻ ട്രാവൽ ചെയ്ത് നമ്മളുടെ സ്കൂളിലേക്ക് എത്തിയപ്പോൾ ടോട്ടോ-ചാൻ കണ്ടു നമ്മുടെ യാസുക്കി-ചാൻ ഈസ് വെയിറ്റിംഗ്. ടോട്ടോ-ചാന് വേണ്ടിയിട്ട് നമ്മുടെ യാസുക്കി-ചാൻ സ്കൂൾ ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹി വാസ് ഓൺലി എ ഇയർ ഓൾഡർ ദാൻ ടോട്ടോ-ചാൻ. നമ്മുടെ ടോട്ടോ-ചാനേക്കാളും 1 വയസ്സ് മൂത്തതാണ് നമ്മുടെ യാസുക്കി-ചാൻ. ഓക്കെ, ബട്ട് ഹി ഓൾവേസ് സൗണ്ടഡ് മച്ച് ഓൾഡർ
when he spoke. ടോട്ടോച്ചാനേക്കാളും 1 വയസ്സ് മൂത്തതാണ് നമ്മുടെ യാസുക്കി-ചാൻ. ബട്ട് എന്താണ് അവന് കാര്യങ്ങളൊക്കെ ഇത്തിരി ഗൗരവത്തോട് കൂടിയിട്ടാണ് അവൻ പറയാറ്. ഓക്കെ. When Yasuki-chan saw Toto-chan, he hurried towards her, dragging his leg and holding his arms out in front to steady himself. അപ്പോൾ യാസുക്കി-ചാൻ ടോട്ടോ-ചാനെ കണ്ട ആ സമയത്ത് തന്നെ ഒരു തിടുക്കായി, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവന് ആ കാലുകൾ വലിക്കുക, ഡ്രാഗ് എന്ന് പറഞ്ഞാൽ വലിക്കുക. ശരിക്കും നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാല് ഒരെണ്ണം ഇങ്ങനെ വലിക്കുക, എന്നിട്ട് ഹോൾഡിങ് ഹിസ് ആംസ് ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈകൾ രണ്ടും നീട്ടി പിടിക്കുക. അവന് ബോഡി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാല് വലിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ബോഡി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കൈ മുൻപിലോട്ട് നീക്കിയിട്ടാണ് അവൻ ടോട്ടോ-ചാൻ്റെ അടുത്തേക്ക് പോയത്. Toto-chan was thrilled to think they were going to do something secret and she giggled. നമ്മുടെ ടോട്ടോ-ചാൻ എന്താണ് ഇതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട്, അതായത് എന്തോ ഒരു സൂത്രം അവർ ചെയ്യാൻ പോവാന്നുള്ളത് ആലോചിച്ചിട്ട് അവൾ ചിരിക്കാനായിട്ട് തുടങ്ങി. യാസുക്കി-ചാൻ ഗിഗിൾഡ് ടു. അവർ രണ്ടാളും കൂടി ചിരിച്ചു. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. Pick out the sentence that describes how Yasuki-chan walked. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു എങ്ങനെയാണ് യാസുക്കി-ചാൻ നടന്നതെന്ന് അല്ലേ. ആ സൂചിപ്പിക്കുന്ന സെൻറ്റൻസ് നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 8th ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് ടോട്ടോ-ചാൻ ആൻഡ് യാസുക്കി-ചാൻ ഗിഗിൾഡ്? എന്തുകൊണ്ടാണ് ടോട്ടോ-ചാനും യാസുക്കി-ചാനും ചിരിച്ചത്? ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, സോ ജസ്റ്റ് ടേൺ യുവർ പേജ്. നെക്സ്റ്റ്, ദ ക്ലൈംബ്. മരത്തിൽ കയറുക എന്നുള്ളതാണ് ക്ലൈംബ് എന്നുള്ളതിൻ്റെ അർത്ഥം. ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് ഡു യു സീ ഇൻ ദാറ്റ് പിക്ചർ? യെസ്, someone is standing on the ladder, isn't it? Someone is climbing upon the tree. Who is that? Yes, very good. Toto-chan, isn't it? So Toto-chan is climbing upon a tree using a ladder. And who is standing under the tree? Yes, that is Yasuki-chan. Okay, so that is a very beautiful picture, isn't it? Okay, so let's move to the story. Toto-chan led Yasuki-chan to her tree. Then she ran to the nearby shed and got a ladder. Toto-chan എന്ത് ചെയ്തു? യാസുക്കി-ചാനെ മരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? ഷീ റാൻ ടു ദ നിയർ ബൈ ഷെഡ്. അവിടെ ഒരു ചെറിയൊരു വീടുണ്ട്. അവിടേക്ക് പോയിട്ട് അവിടെ നിന്നും ഒരു വീടല്ല, ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു മുറി പോലെ. അപ്പോൾ അവിടേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു ലാഡർ, കോണി എടുത്തുകൊണ്ട് വന്നു. ഷീ ഡ്രാഗ്ഡ് ഇറ്റ് ഓവർ ടു ദ ട്രീ ആൻഡ് ലീൻഡ് ഇറ്റ് അഗൈൻസ്റ്റ് ദ ട്രങ്ക്സ് സോ ദാറ്റ് ഇറ്റ് റീച്ച്ഡ് ദ ഫോർക്ക്. അപ്പോൾ എന്താ ചെയ്തത്? ഷീ ഡ്രാഗ്ഡ് ഇറ്റ് ഓവർ. അപ്പോൾ വലിയ കോണി എന്ന് പറഞ്ഞാൽ വലുതാണ് അല്ലേ, ഇത് ചെറിയ കുട്ടികളാണ് അല്ലേ. സോ അത് നമുക്ക് പിടിച്ചു കൊണ്ടുവരാനുള്ള അത്രയും കഴിവില്ല കുട്ടികൾക്ക്. ഓക്കെ, സോ ഷീ ഡ്രാഗ്ഡ് ഇറ്റ് ഓവർ ടു ദ ട്രീ. ആ മരത്തിൻ്റെ അടുത്തേക്ക് അവളത് വലിച്ചു കൊണ്ടുവന്നു. ആൻഡ് ലീൻഡ് ഇറ്റ് അഗൈൻസ്റ്റ് ദ ട്രങ്ക്. എന്നിട്ട് എന്ത് ചെയ്തു? ആ കോണി അതിൻ്റെ കൊമ്പുകൾക്ക് നേരെയായിട്ട് ചാരി വെച്ചു. സോ ഇറ്റ് റീച്ച് ദ ഫോർക്ക്. ആ മരത്തിൻ്റെ ശിഖരത്തിന്മേലേക്ക് എത്തുന്നത് പോലെ ആ കോണി മരത്തിന്മേലേക്ക് ചാരി വെച്ചു. ഷി ക്ലൈംബ്ഡ് അപ്പ് ക്വിക്ക്ലി ആൻഡ് ഹോൾഡിംഗ് ദ ടോപ്പ് ഓഫ് ദ ലാഡർ called down, all right, try climbing up. അപ്പോൾ അതൊക്കെ ശരിക്ക് വെച്ചതിന് ശേഷം ഷി ക്ലൈംബ്ഡ് അപ്പ് ക്വിക്ക്ലി. എന്ത് ചെയ്തു? നമ്മുടെ ടോട്ടോ-ചാൻ ഈ മരത്തിലേക്ക് പെട്ടെന്ന് തന്നെ കയറി. ഹോൾഡിംഗ് ദ ടോപ്പ് ഓഫ് ദ ലാഡർ. എന്ത് ചെയ്തു? കോണി വീഴാതിരിക്കാനായിട്ട് ആ കോണിയുടെ ഏകദേശം കൈ ഇങ്ങനെ മുകളിലേക്ക് പിടിച്ചിട്ട്, അതായത് കോണിയുടെ മുകൾ ഭാഗവും മരത്തിലും പിടിച്ചിട്ടാണ് അവൾ കയറിയത്. ആൻഡ് കോൾ ഡൗൺ, അടിയിലേക്ക് നോക്കി പറഞ്ഞു, ഓൾ റൈറ്റ് ട്രൈ ക്ലൈംബിങ് അപ്പ്. ഇപ്പം ഇതെല്ലാം ശരിയായിട്ടുണ്ട്, ഇനി നീ ഒന്ന് കയറി നോക്കിക്കോളൂ. യാസുക്കി-ചാൻസ് ആംസ് ആൻഡ് ലെഗ്സ് were very weak.
It seemed he could not even get on the first rung without help. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ടോട്ടോ ചാൻ റെഡിയാണ്. ഇനി നമ്മുടെ യാസുക്കി ചാനോട് എന്താ പറയുന്നത്, നീ കയറി പോന്നോളൂ എന്നാണ് പറയണത് അല്ലേ. അപ്പോൾ യാസുക്കി ചാൻസ് ആംസ് ആൻഡ് ലെഗ്സ് വർ വെരി വീക്ക്. പോളിയോ ബാധിച്ചത് കാരണം യാസുക്കി ചാൻ്റെ കൈകളും കാലുകളൊക്കെ വളരെ ശോഷിച്ചതാണ്. It seemed he could not even get on the first rung without help. അപ്പോൾ എന്താ തോന്നുന്നത്, നമുക്കൊക്കെ എന്താ തോന്നുന്നത്, അതായത് ആ ലാഡറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പോലും നമ്മുടെ യാസുക്കി ചാന് ഒരാളുടെ ഹെൽപ്പില്ലാതെ കയറാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ think about this situation. The two children are alone at school. There is no one in that school. ആ സ്കൂളിൽ വേറെ ഒറ്റ കുട്ടികളില്ല, ടീച്ചേഴ്സില്ല, ഒറ്റ സ്റ്റാഫും ഇല്ല. എന്നിട്ട് ഈ രണ്ട് കുട്ടികൾ തന്നെയാണ് ഈ മരത്തിൽ കയറാനായിട്ട് വന്നിരിക്കുന്നത്. Toto-chan is okay, but Yasuki-chan had polio and he is not even to walk properly. അവനെന്ത് ചെയ്യാൻ പറ്റില്ല, ശരിക്കൊന്നും നടക്കാൻ പോലും പറ്റാത്തൊരു കുട്ടിയാണ് യാസുക്കി-ചാൻ. എന്നിട്ടാണ് അവർ ഈ സൂത്രം ചെയ്യാനായിട്ട് പോകുന്നത്. ഇസ് ഇറ്റ് റൈറ്റ്? ശരിയാണോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? തിങ്ക്. So let's move to the questions. 9th question. How will Toto-chan help him to climb the tree? എങ്ങനെയാണ് നമ്മുടെ ടോട്ടോ-ചാൻ യാസുക്കി-ചാനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്? ആലോചിച്ച് നോക്കുക, ഉത്തരങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടെത്താം. നെക്സ്റ്റ് നോക്കൂ, a friend in need. So in that picture, what do you see? Yes, Yasuki-chan is trying to climb upon the tree, and who is helping behind? Yes, Toto-chan is helping Yasuki-chan to climb upon the tree. Okay, so look at the story. A friend in need. ആവശ്യം, നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം, ഒരു ഫ്രണ്ടിൻ്റെ ആവശ്യം എന്നാണ് പറയുന്നത് കേട്ടോ. നോക്കൂ, Toto-chan hurried down the ladder and tried pushing Yasuki-chan up from behind. Yasuki-chan took his foot off the bottom rung. He stood beside the ladder with his head bowed. Toto-chan realized that it was going to be very difficult. What should she do? Dana, Toto-chan hurried down the ladder and tried pushing Yasuki-chan up from behind. അപ്പോൾ ടോട്ടോ-ചാൻ മുകളിൽ ഇരുന്നിട്ടാണ് യാസുക്കി-ചാനോട് കയറാൻ പറഞ്ഞത് അല്ലേ. അപ്പം തന്നെ അവൾ എന്ത് ചെയ്തു, താഴത്തേക്ക് ഇറങ്ങി, കോണിയമ്മിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ട്രൈഡ് പുഷിങ് യാസുക്കി-ചാൻ അപ്പ് ഫ്രം ബിഹൈൻഡ്. എന്താണ്, യാസുക്കി-ചാനെ ബാക്കിൽ നിന്ന് പതുക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കോണിയിൽ കയറാൻ വേണ്ടിയിട്ട്. യാസുക്കി-ചാൻ ടുക്ക് ഹിസ് ഫുട്ട് ഓഫ് ദ ബോട്ടം റങ്. എന്താണ്, നമ്മുടെ യാസുക്കി-ചാൻ അവൻ്റെ കാല് ഫസ്റ്റത്തെ സ്റ്റെപ്പിലേക്ക് വെക്കാൻ പോവാണ്. ഹി സ്റ്റുഡ് ബിസൈഡ് ദ ലാഡർ ആൻഡ് ഹിസ് ഹെഡ് ബോർഡ്. ആ കാല് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അവൻ തല കുമ്പിട്ടിങ്ങനെ നിന്നു, അതായത് അവന് പറ്റുന്നില്ല. Toto-chan realized that it is going to be very difficult. What should she do? അപ്പം ടോട്ടോ-ചാന് മനസ്സിലായി ഇതൊരു ഈസി കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം നമ്മുടെ ടോട്ടോ-ചാന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യും? She longed to have Yasuki-chan climb her tree. He was also looking forward to it. She went round and faced him. She looked cheerless. Toto-chan puffed out her cheeks and made a funny face to cheer him up. Wait, I got an idea. Okay, so she longed to have Yasuki-chan climb her tree. യാസുക്കി-ചാനെ എന്തായാലും എൻ്റെ മരത്തിൽ കയറ്റണം എന്നുള്ളത് ആരുടെ, ടോട്ടോ-ചാൻ്റെ ഒരു ആഗ്രഹമാണ്. ഹി വാസ് ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അവനും മരത്തിൽ കയറണം എന്നുള്ള ഒരു ആശയ്ക്കുണ്ട്. ഓക്കെ, സോ ഷി വെൻറ്റ് റൗണ്ട് ആൻഡ് ഫേസ്ഡ് ഹിം. അപ്പോൾ നമ്മുടെ ടോട്ടോ-ചാൻ എന്ത് ചെയ്തു, മരത്തിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് നമ്മുടെ യാസുക്കി-ചാൻ്റെ ഫേസിലേക്കൊന്ന് നോക്കി.
ഹി ലുക്ക്ഡ് വെരി ചിയർലെസ്. അതായത് ഒട്ടും ഉഷാറില്ല, ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് അവൻ്റെ മുഖം ഇരുന്നിരുന്നത്. എന്താ കാരണം? അവന് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ. So Toto-chan puffed out her cheeks and made a funny face to cheer him up. അപ്പോൾ നമ്മൾ മുഖം ഇങ്ങനെ വീർപ്പിക്കില്ലോ, വായു പിടിച്ചിട്ട് വീർപ്പിക്കില്ലോ, അങ്ങനെ പിടിച്ചിട്ട് അവനെ ചിരിപ്പിക്കാനായിട്ട് നോക്കി. വെയിറ്റ്, ഐ ഹാവ് ഗോട്ട് ആൻ ഐഡിയ. അപ്പോൾ ഇവിടെ പറയാണ്, ടോട്ടോച്ചാൻ പറയാണ്, അയ്യോ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാണ്. സോ വാട്ട് മൈറ്റ് ബി ദ ഐഡിയ? ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ ദ സ്റ്റോറി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. So look at the questions now. What might be the idea? എന്തായിരിക്കും അവരുടെ ഐഡിയ എന്ന് ഒന്നൊന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. What would you do if you were in Toto-chan's position? നിങ്ങളാണ് ടോട്ടോച്ചാൻ്റെ പൊസിഷനിൽ, ടോട്ടോച്ചാന് പകരം നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ, isn't it? വളരെ നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക, നിങ്ങളുടെ നോട്ട്ബുക്കിലൊന്ന് എഴുതുക. ഓക്കെ. So with this I am going to winding up today's class. So I hope everybody understood the class. Again I am saying, if you have any doubt you can send me a voice clip, then I will be clearing your doubt. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വോയിസ് മെസ്സേജ് ആയിട്ട് ടീച്ചർക്ക് സംശയങ്ങൾ അയക്കാവുന്നതാണ്. ടീച്ചർ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ ഇതോടുകൂടിയിട്ട് നമുക്ക് ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. സോ വി ക്യാൻ മീറ്റ് അറ്റ് ദ നെക്സ്റ്റ് ക്ലാസ്. സോ താങ്ക് യു മൈ ഡിയർ ചിൽഡ്രൻ.